പ്രത്യേകതകളുണ്ട്. അവരിലെ വിഷമമുള്ള ആളുകളെ സഹായിക്കാൻ കഴിയണം, പരിചരിക്കാൻ കഴിയണം, ചേർത്ത് പിടിക്കാൻ കഴിയണം. പ്രായമായ ആളുകളെ പ്രത്യേകം പരിഗണിക്കണം. ഇപ്പൊ എനിക്കും ജോഫിക്കൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ 60 വയസ്സാണ്. ഇപ്പൊ ഒരു 56 വയസ്സ്. 52. അപ്പോ അല്ല, നമ്മളിങ്ങനെ പ്രായമായി കൊണ്ടിരിക്കുക. അപ്പോഴാണ് പ്രായമായ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയില്ലോ. അവരിന്നൊരു വലിയ പ്രശ്നം കേരളത്തിന്റെ ജനസംഖ്യയിൽ കണ്ടൊരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് സദസ്സിപ്പോൾ നോക്കിക്കോ, ചെറുപ്പക്കാരില്ല. കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടികളുടെ എണ്ണം കുറയുകയാണ്. പ്രായമായ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ബോസ്കോക്ക് റിട്ടയർ ചെയ്തിട്ട് എത്ര കാലമായി? അത് കഴിഞ്ഞിട്ട് ആ നിർമ്മിതിയിൽ പോയിട്ട് കുറേ കൊല്ലിരുന്നത്. ഇപ്പോൾ ആള് പ്രേം നസീർ പോലെ ചെറുപ്പമാണ്. അപ്പോ ഈ പ്രായമായ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായ ആളുകളുടെ എണ്ണം 2050 ആകുമ്പോൾ കേരളത്തിന്റെ ജനസംഖ്യയിൽ 50% 60 വയസ്സിന് മുകളിലുള്ളവരാവും. വയസ്സന്മാരുടെ കേരളം ഉണ്ടാകാൻ പോവാ. വയസ്സന്മാരെ നോക്കാൻ നേഴ്സുമാരെ വേറെ രാജ്യങ്ങളിൽ നിന്ന് വരും. അപ്പോഴാണ് നേഴ്സുമാരുടെ ഡിമാൻഡ് ഇവിടെ ഉണ്ടാവും. ഇപ്പൊ നേഴ്സുമാരെ ഏറ്റവും അധികം പോകുന്നത് യൂറോപ്പിലേക്കാണ്. ഇതന്നെയാണ്, ഈ വയസ്സന്മാരെ പരിചരിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കാനുള്ള കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു മേലിട്ട് പാലത്തിങ്കൽ തറവാട്, ഈ തറവാട്ട് സംഗമത്തിൽ വന്നിട്ട് നല്ല വർത്തമാനം പറയുന്നതിന് പകരം ഈ MLA വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ? അപ്പോൾ അതിന് എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. അപ്രിയാണെങ്കിലും സത്യമാണ്. വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ മേലിട്ട് പാലത്തിങ്കൽ തറവാട്ട് സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.